ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്നൊരു ചെണ്ടയല്ല നമ്മൾ ആക്ടേഴ്സ്, അല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളുടെ കല നിങ്ങളിലേക്ക് പകർന്നു തരിക, നിങ്ങളെ ആനന്ദിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും കരിവേരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേരി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതിനകത്ത് എന്താ പറഞ്ഞാൽ നമ്മളിത് അന്വേഷിക്കണം. ഇതിനകത്ത് ഭയങ്കര സംശയം നമുക്ക് ജനിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ ജോലിക്ക് നമ്മുടെ തൊഴിലാണ്, നമ്മളത് ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു സെൻസർ ബോർഡുണ്ട്, അവരല്ലേ നിയന്ത്രിക്കുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം എങ്ങനെ ഒരു അഭിനേതാവ് ഏറ്റെടുക്കുന്നത്? നമ്മുടെ ജോലിയിൽ എന്താണ്? ഒരു സംവിധായകൻ പറയുന്ന അതേപോലെ അഭിനയിച്ച് കാണിക്കുക, അല്ലേ? അതിനല്ലേ നമ്മളവിടെ നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളെങ്ങനെ കുറ്റക്കാരാവും? അത് ഏത് രീതിയിലാവും? ആ അല്ല, തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുള്ളിലുള്ളൊരു കാര്യമല്ലേ. ഞാനിപ്പോൾ പൊതുമധ്യത്തിലുള്ളൊരു കാര്യമാണല്ലോ സംസാരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, ഞങ്ങളെല്ലാവരും മത്സരത്തിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. അത് നമ്മൾ മത്സരിക്കാനുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഉള്ളിലുള്ള അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങളുടെ അംഗങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുക്കുക. അത് ഞങ്ങൾക്കുള്ളിലുള്ള ആൾക്കാരെ ആരവരെ സേവിക്കണം, ആരവർക്ക് സേവനം അനുഷ്ഠിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുക്കും. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ദയവ് ചെയ്ത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ഞങ്ങൾ പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഇത് പൊതുമണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അഭിനയിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക്, പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇത്തരം വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളതിനകത്തേക്ക് വന്ന് അവർ ആ വിഷമങ്ങൾ മനസ്സിലാക്കിയോ? ഇന്നലെ എന്നെ വന്നിട്ട് ഞങ്ങളുടെ ഒരു സീനിയർ ആക്ട്രസ് ഓമന ചേച്ചി ഇതിലൊന്ന് വിളിച്ചു, മോനെ എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തിൽ വിളിച്ചേ. ഒന്ന് ആലോചിച്ച് നോക്കാൻ അവരുടെ മക്കൾക്കൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുക. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുക. എല്ലാ അഭിനേതാവിനും അവരുടെ മുന്നിൽ വന്നിട്ട് ഇനി എന്ത് ചെയ്താലും ആർക്ക് വേണമെങ്കിലും വന്ന് ഇതിനെതിരെ വന്ന് പ്രതികരിച്ച് ഒരു കേസ് കൊടുത്ത് നമ്മളെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ തൊഴിലല്ലേ ഇത്. ഞങ്ങൾ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതാണ്. ഞങ്ങൾ ഈ കലയ്ക്ക് വേണ്ടി വന്നവരാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? എപ്പോൾ നോക്കിയാലും പേടിച്ചൊരു ഡെമോക്രസിൻ്റെ വാള് പോലെ ഇതേപോലെ ഓരോരുത്തരും വന്നിട്ട് എങ്ങനെ അവരുടേതായ അവർ ജനിക്കുന്ന കുബുദ്ധികളിൽ എല്ലാ കാര്യത്തിനും വക്രീകരിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ വന്നിട്ട് കുറ്റവാളികളാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേര് കേസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകെ നമുക്ക് നടക്കാനോ നമ്മുടെ ഫാമിലി അവരെന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാരം പേറണം? അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ അതിൻ്റെ വിഷയത്തിൽ നിന്ന് മാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവും. നമ്മുടെ ചിന്ത ഒറ്റ കാര്യമുള്ളൂ, അഭിനേതാവിന് അവൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അവൻ നിയമാനുസൃതമാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ അവകാശമുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് ഞാൻ ഒരുപാട് പേരായിട്ട് സംസാരിച്ചതാണത്. ഞങ്ങൾ അതിനുവേണ്ടി ഏതറ്റം വരെയും പോരാടും. ഇനി ഏതെങ്കിലും ഒരുത്തന് ഇതുപോലെ വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവന് നേരെ ഞങ്ങൾ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ശ്രമം തുടങ്ങുന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അത് ആ വിഷയം നിങ്ങൾ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇപ്പോൾ എടുക്കല്ലേ. നേതൃസ്ഥാനം അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അഭിനയിക്കുന്ന ഒരുത്തൻ വന്ന് കുബുദ്ധികളാൽ വക്രീകരിക്കപ്പെട്ടതല്ലേ ഇവിടുത്തെ വിഷയം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചിന്തിക്കാതിരിക്കുന്നു? അതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആകുലത. ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കണ്ടേ? അതിനിടയിലേക്ക് നിങ്ങൾ മറ്റ് വിഷയങ്ങളെ നിങ്ങൾ കൂട്ടിക്കടത്താതിരിക്കുക. അത് ഞങ്ങളുടെ അംഗങ്ങൾ തീരുമാനിച്ചോളില്ലോ, ഇല്ലേ? അത് ഞങ്ങളുടെ അംഗങ്ങൾക്കറിയാം വിവേചനം. ഓൾ ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് പോകുന്ന ഒരു സംഘടനയാണ് അമ്മ.
ഞങ്ങൾ എപ്പോൾ നോക്കിയാലും പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതില്ല. ഒരുമിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കും. ഞങ്ങൾ ഒരു വികൃതമായ ഒരു കാര്യങ്ങളില്ല. ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ആലോചിച്ച് അതിന് വേണ്ട എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഒരുമിച്ച് തന്നെ ഞങ്ങൾ വന്നിട്ട് അതിനെതിരെ പോരാടും. ഈ സ്വാഭാവികമായിട്ട് ഇത്തരം പരാതി വരുമ്പോൾ എതിരായി മത്സരിക്കുന്ന ആളെയല്ലേ സംശയത്തിന്റെ നിഴലിലാക്കുക? അങ്ങനെ ഒരു അങ്ങനെ എന്തായി പറയണ അല്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അല്ല തെറ്റായിട്ട് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെല്ലാം വന്നിട്ട് ഈ കല തിരഞ്ഞെടുക്കുമ്പോൾ ഈ കല എന്ന് പറയുന്നതിലേക്ക് ഞങ്ങൾ വരാൻ നേരത്ത് ഞങ്ങൾക്ക് ഞങ്ങളിലൊരു ആത്മാഭിമാനമുണ്ട്. മനസ്സിലായി? ഞങ്ങളിൽ അല്ല അതിപ്പോൾ നമ്മൾ അതിനെ പറയില്ല. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഞാൻ ആരുടെ പേര് അദ്ദേഹം എത്ര ജെന്റിൽമാനാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഉണ്ടാവുമോ? അതെല്ലാവർക്കും അറിയാം. അതല്ലല്ലോ നടന്ന ഈ ഇദ്ദേഹം ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ലല്ലോ. ഇതിന് കൂട്ടിക്കുഴക്കല്ലേ? അത് തെറ്റായിട്ടുള്ളൊരു നടപടി തന്നെയാണ്. അങ്ങനെ വന്നിട്ട് ഇതിനെ ഈ പറയുന്ന ഇതിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറാൻ നമ്മൾ സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവകാശമാണ്. അതിനിടയിലേക്ക് നിങ്ങൾ വെള്ളം ചേർത്താൻ നോക്കണ്ട. അതിനിടയിലേക്ക് വേറൊരു രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ നോക്കണ്ട. ഐ മീൻറ്റ് ആക്ച്വലി വേറൊരു ചിന്തയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതിലൊറ്റ കാര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വന്നിട്ട് എല്ലാ അഭിനേതാക്കൾക്കും അവന് അഭിനയിക്കാനുള്ള അവകാശമുണ്ട്. അവനത് നിയമാനുസൃതമായിട്ട് അവൻ അഭിനയിക്കുകയാണെങ്കിൽ അതിനെ വക്രീകരിച്ച് കഴിവേലിത്തേക്കാൻ നിൽക്കുന്നവർക്കെതിരെ അത് ഭയങ്കരമായിട്ട് എല്ലാവരും ആർക്ക് വേണമെങ്കിലും അധിക്ഷേപിക്കാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയർ മാറി നിൽക്കണം എന്നൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കാര്യം കഴിഞ്ഞുപോയി. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അത് കഴിഞ്ഞ് എത്രയോ വെള്ളം ഒഴുകിപ്പോയി. നമ്മൾ ഇതിൽ നിന്ന് എന്തിനാ അതിലേക്കൊക്കെ ചിന്തിക്കണേ? നമ്മൾ ഇതിനെ വന്നിട്ട് ആരാണ് ഇതിനകത്ത് ഇത് ചെയ്തത്? ഇയാൾ സിനിമയായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? ഇയാൾക്ക് സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കേൾക്കണേ. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇദ്ദേഹം ആരാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ. അത് വരുമല്ലോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഞങ്ങൾ ചെയ്യും. അത് തന്നെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണോ അതിലിപ്പോൾ ചെയ്തതാണോ എന്നുള്ളതല്ലല്ലോ ഇതിൻ്റെ വിഷയം. ഇത് ഞങ്ങളുടെ അവകാശമല്ലേ, ഞങ്ങളുടെ തൊഴിലല്ലേ, ഞങ്ങളത് ചെയ്യുമല്ലേ. അത് എപ്പോൾ ചെയ്താലും എന്താ? അത് വർഷങ്ങൾക്ക് മുമ്പായാലും ഇപ്പം ചെയ്താലും നിങ്ങൾ അത് അനുവദിക്കുമോ? കഴിഞ്ഞ ഒരു സിനിമയിലാണിത് വന്നെങ്കിൽ ഇതേപോലെ ഒന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമോ? സെൻസർ ചെയ്ത ഒരു പടത്തിനകത്തേക്ക് നമ്മൾ നിങ്ങൾ അഭിനേതാക്കളെ എന്തിനാ പിടിക്കണേ? ഒരു സിനിമ എടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഇത് എഴുതിയ ഒരാളുണ്ടല്ലോ, ഇത് എടുത്ത ഒരാളുണ്ടല്ലോ, ഇത് ഇട്ട ഒരാളുണ്ടല്ലോ. അവരെന്തുകൊണ്ട് ഇതിനകത്ത് നന്നായി പ്രതിയാവുന്നില്ല? അഭിനേതാവാണ് ഇതിനകത്തുള്ള പ്രശ്നം. അപ്പം ഇതിനുള്ളിലുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. ഇത് ശരിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇന്നലെ ഈ വിഷയത്തെ ഏറ്റെടുത്ത എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഇന്നലെ വന്നത്. അല്ല, ഞാൻ ആ വിഷയത്തെ പറിച്ചിട്ട് എന്താ പറയണേ? എൻ്റെ സഹപ്രവർത്തകയാണ്. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കണേ? എൻ്റെ സഹപ്രവർത്തകയെ പറ്റിയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണേ. അത് ഞങ്ങൾക്കുള്ളിലുള്ള വിഷയമല്ലേ? അല്ല, ഞങ്ങൾക്കുള്ളിലുള്ളൊരു വിഷയമാണോ അത്? ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതല്ലേ? അത് ഞാൻ പൊതുമണ്ഡലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഞങ്ങൾക്കുള്ളിലുള്ള ആശയങ്ങൾ പുറത്തു വന്നാൽ പോലും ഞങ്ങൾ അതിനെ ഒന്ന് ഒതുക്കി തീർക്കും. ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. ഞങ്ങൾ അത് തീർത്തിരിക്കും. ഡെഫിനറ്റായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഡെഫിനറ്റായിട്ട് മുന്നേറിയിരിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. നിങ്ങൾ കാണാൻ പോകണം. അല്ല, ഞാൻ പറയണ കേക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വ്യത്യാസപരം ഇപ്പോഴത്തെ വിഷയം എന്താ? ഞാൻ എന്തിനു വേണ്ടി ഇതിന് വന്നേക്കണേ? അല്ല, സമാനമായ വിഷയമല്ല. ഞങ്ങൾ അഭിനയിച്ചതിനെ വന്നിട്ടുള്ളതിനെ വക്രീകരിച്ച് കുബുദ്ധിപരമായിട്ട് അതിനെ കരിവഴിത്തേക്കാൻ എതിരെയുള്ള എൻ്റെ പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ വേറൊരു വെള്ളം ചേർക്കണം. എന്താ വേറൊരു കാര്യത്തെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്താണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അല്ലേ? ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ? നിങ്ങൾ പുരുഷന്മാർ നിൽക്കേണ്ടതല്ലേ? ഇതിപ്പോൾ ഒരു സ്ത്രീക്കെതിരെ വന്നു, നാളെ ഒരു പുരുഷനെതിരെ വന്നാലോ? ഒരു പുരുഷനായ ഒരു അഭിനേതാവിനെതിരെ വരാലോ?
ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണ് അത്രമാത്രം. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഇത് കുബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതാണ് അത് ഗൂഢാലോചനയാണോ ഇല്ലയോ എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ അത് തന്നെ, പക്ഷേ ഇത് നമ്മളെ കരിവേരിത്തേക്കാം. കാരണം ഇതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് ഇനി നാളെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കി, ഒരു ക്ലിപ്പ് ഉണ്ടാക്കി. ഇപ്പം ഇതൊരു ഡീഫേക്കിൻ്റെയൊക്കെ ഉള്ള ഒരു കാലമാണ്. എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് കോടതി വരുമ്പോൾ അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് അന്വേഷിക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറയും, അത് കോടതിയുടെ ചുമതലയല്ലേ. അത് പിന്നെ നമ്മൾ അതിൻ്റെ ഭാരം ഏറ്റുകൊണ്ട് നടക്കണം. അത് തെറ്റാണ്. അതിനൊരു നിയമം ഉണ്ടാവണം. അതിനൊരു നിയമം ഇവിടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കുബുദ്ധിപരമായിട്ട് വക്കീലിച്ച് കരിവേരിയാൻ ജയിക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം. അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം നടന്നതല്ലേ ഇവിടെ ആ കോൺക്ലേവ്, അതിൽ വരണം. അതിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടണം. അത് ആണായാലും പെണ്ണായാലും. അതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫിലിം പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരിവേരി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരേണ്ടതാണത്. അതാണ് എൻ്റെ വിഷയം. നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, എനിത്തിങ് എൽസ് ഇല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.